തള്ളേ, ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, അവിടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. ഈ തൊള നിന്റെ അമ്മച്ചിക്കുമുണ്ട്, ആ തൊളയിൽ കൂടെയാണ് നീ പുറത്തേക്ക് വന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അതിന് നീ തൊള ഊരി കാണിക്കുകയല്ല വേണ്ടത്. ഷഫീന ബീവി എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിൽ ദയാ സുജിത്ത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ധരിച്ച വസ്ത്രത്തെ ആസ്പദമാക്കി അത്യന്തം അപമാനകരവും ലൈംഗിക സ്വഭാവമുള്ളതുമായ പരാമർശങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഈ വീഡിയോയിൽ നടത്തിയതായി കാണുന്ന പ്രധാന പരാമർശങ്ങൾ താഴെ പറയുന്നവയാണ്. 1. സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ലൈംഗികവൽക്കരിക്കൽ. ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നത് പുരുഷന്മാർക്ക് തന്റെ ശരീരത്തിലേക്ക് ക്ഷണം നൽകുന്നതാണെന്നും അത് ഫാഷൻ അല്ലെന്നും വ്യഭിചാരമാണെന്നും ഷഫീന ബീവി പ്രസ്താവിക്കുന്നു. പിന്നെ കുറേ പേര് അറിയാം, ഞാനിപ്പോൾ ചെറുതായിട്ട് എയറിലാണ്. ഇപ്പോൾ എയറൊന്ന് മാറി സ്പേസിലേക്ക് ആവുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. സത്യമായിട്ട് ഞാൻ ഓക്കെയാണ്. സത്യാവസ്ഥ പറയട്ടെ, ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഞാൻ പറയാം, സത്യാവസ്ഥ പറയാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മോഡേൺ വസ്ത്രം, അതുപോലെ തന്നെ മോറൽ പോലീസിംഗുമാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് മഞ്ജു പിള്ളയുടെ മകൾ ദിയ സുജിത്തിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഷഫീന ബീവി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് പിന്നാലെ സിൽമ ടോൾക്സ് എന്ന് പറയുന്ന ചാനലിൽ ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോയിൽ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ കേസ് ഫയൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോസ് കാണാനിടയായി. അപ്പൊ ഷഫീന ബീവി ദയാ സുജിത്തിന്റെ ഡ്രസ് കോഡിനെ കുറിച്ചിട്ടും മോറൽ പോലീസിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇന്നും സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ മാത്രമാണ്, ഒരു മെറ്റീരിയൽ മാത്രമാണെന്ന് എത്ര പറഞ്ഞാൽ നിനക്കൊക്കെ മനസ്സിലാവും. ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിനക്കൊക്കെ എന്താ മനസ്സിലാക്കാത്ത? നീ ഒരു മെറ്റീരിയൽ ആണോ? നോ കോമൺ സെൻസ്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? ഇതിനെയാണോ ഫെമിനിസം എന്ന് പറയുന്നത്? ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകളോട് ചോദിച്ചു നോക്ക്. വീട്ടിൽ ചെന്നിട്ട് വേണം ചോറും കറിയും വെക്കാൻ, അവിയലിന് ഉണ്ടാക്കണം, സാമ്പാറിന് ഉണ്ടാക്കണം, കൊച്ചുങ്ങളെ തുണി കഴുകണം, നാളത്തെ യൂണിഫോം അലക്കി വെക്കണം, ബുക്കുകൾ അടുക്കി വെക്കണം, വീട് തൂക്കണം, അമ്മാവനോ അമ്മായിയോ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്നെടുത്ത് കൊടുക്കണം, ഒരു കാര്യം ചെയ്യണം, എനിക്ക് കുളിക്കണം, ചൂടുവെള്ളം എടുത്ത് കുളിച്ചാൽ കുറച്ച് കംഫർട്ട് കിട്ടും, പക്ഷെ അതിനുള്ള സമയമില്ല, എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം, അപ്പോഴും ഭർത്താവ് വരും, വാ നമുക്കൊന്ന് കളിക്കാം. ഇതിനൊക്കെ വില്ലിക്കാൻ വേണ്ട ഓട്ടപ്പാച്ചിൽ ഭ്രാന്തെടുത്ത് ഓടുന്ന ഓരോ വീട്ടമ്മമാർ ഫേസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ആ കൈകൾ, തോണ്ടൽ, അതൊരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷജന്തുക്കളാണ്, വേഷജന്മങ്ങളാണ്. പറഞ്ഞാൽ തിരിയത്തില്ലയോ? ഇതും നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ, ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, അവിടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോ അടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. മഞ്ജു പിള്ള ഇത് കാണുന്നില്ലേ? ഈ മകൾ കാണിക്കുന്ന ഈ തോന്നിവാസം കാണുന്നില്ലേ? ഇവിടെ വേറൊരുത്തൻ ഇരുന്നുകൊണ്ട് കൃഷ്ണകുമാർ 4 പെമ്മക്കൾ അസറ്റാണെന്ന് അയാൾ പറഞ്ഞ ആ അസറ്റ്നെസ് ഇങ്ങനെ ഒരു ടൈം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതാണ് അയാളുടെ ചിന്ത എങ്കിൽ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴൊരു നല്ലൊരു അപ്പനെയാണ് കണ്ടത്. പെമ്മക്കൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കുക, അവരെ പഠിപ്പിക്കുക, അവർക്ക് നല്ല രീതിയിലുള്ള ടൈമാക്കി കൊടുക്കുക. പച്ച മലയാളത്തിൽ പറയാം, എൻ്റെയിലുണ്ട് ഇതൊക്കെ, തുളയും വരയും വടയും ഉണ്ട്, വരൂ, ആയിക്കോ, ഞാൻ റെഡി. അതാണോ നീ മഞ്ജു പിള്ള വളർത്തിയ മകളെ? നീ അതാണോ ഉദ്ദേശിക്കുന്നത്? ഇത് ഫാഷൻ അല്ലടി, ഇതിൻ്റെ പേര് ഫാഷൻ എന്നല്ല പറയാ, ഇത് പച്ചയ്ക്ക് വ്യഭിചാരം എന്നാ പറയുക. മനസ്സിലായോ? കമൻറ്റുകൾക്ക് അവൾ കൊടുക്കുന്ന മറുപടിയാണ്, പ്ലീസ് ഷോ സം ലവ് മൈ ലവ്ലീസ്. അതിൻ്റെ ആ കമൻറ്റിന് ആധാരമായ ആ ഒരു ക്യാപ്ഷൻ അവൾ ഇട്ടിട്ട് അത് ഷെയർ ചെയ്യാനും കമൻറ്റിന് ആധാരമായ കാര്യം കേൾക്കണ്ടേ? ദൈവം ശരീരം തന്നത് നാട്ടുകാർക്ക് കണ്ട് ആസ്വദിക്കാനാണോ? ഇതുപോലെ മാരണം കാണിച്ചും അതിൻ്റെ വലിപ്പം കാണിച്ചും എന്ത് സുഖമാ ഇത് കാണിക്കുമ്പോൾ കിട്ടുന്നേ. പണ്ട് കാലത്ത് മറയ്ക്കാൻ വേണ്ടി പോരാടിയ പെണ്ണുങ്ങളൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ലജ്ജിക്കും. കറക്റ്റ്, ഫാഷനൊക്കെ ആകാം. ഇതൊക്കെ കാണുമ്പോൾ പെണ്ണായ ഞാൻ പോലും ആദ്യം നോക്കുന്നത് അവിടേക്കാണ്. അപ്പോൾ ആണുങ്ങളുടെ കാര്യം പറയാനുണ്ട്, ആർഷ, അത് കറക്റ്റാണ്. അവിടെ എന്തെങ്കിലും തടിപ്പോ മുഴപ്പോ ഉണ്ടെന്നായിരിക്കും സ്ത്രീ ഭാഗത്ത് നിന്ന് നോക്കുന്നത്. ഇത് തന്നെയല്ലേ ആണുങ്ങൾ നോക്കുന്നുണ്ടാവുക. ഞാൻ അടുത്തത്, ഇത് മോളുടെ അച്ഛൻ കണ്ടാൽ അദ്ദേഹം ഒരുപാട് ഹാപ്പി ആയിരിക്കും. എക്സാക്ട്ലി, അച്ഛനും ഇത് കാണണം. മോളെ അച്ഛൻ്റെ മുമ്പിൽ പോയി തുണിയില്ലാണ്ട് നിന്ന് കാണിച്ചോറി, അച്ഛൻ കാണട്ടെ മകൾക്ക് ഇങ്ങനെ ചാമാനം ഉണ്ടെന്ന്. നാട്ടിലുള്ള ആണുങ്ങളെ വലിപ്പിക്കാതെ നീ അച്ഛനെ കാണിച്ചോറി.
എൻ്റെ അച്ഛൻ നിങ്ങളുടെ റീൽ കണ്ട് ഡിപ്രഷനിലായി. ഓ, കഷ്ടം തന്നെ. അവൾ ആ കമൻസിനെ കളിയാക്കിക്കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ല, ഇതെന്താണെന്നറിയാമോ? മോഡേണിസം തലയിൽ കയറിയിട്ട് സംഭവിച്ച ഒരു തരം വൃത്തികെട്ട സോക്കേടാണ്. ഈ സോക്കേടിന് നല്ല തെരച്ചി പാല് കിട്ടും, അത് വെച്ചാണ് പൊട്ടിക്കേണ്ടത്. ഇങ്ങനെ തുറന്ന് പിടിച്ചങ്ങോട്ട് കാണിച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇതാണ് ഫാഷൻ. ഇതിനാണ് ഫാഷൻ എന്ന് പറയുന്നത്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരടുത്താണ് ഇത്. ജനറേഷൻ ഗ്യാപ്പ് അല്ല. അവരുടെ സ്വാതന്ത്ര്യമാണെങ്കിൽ അവരെ വീട്ടിൽ കാണിക്കണം, അവരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഉരിഞ്ഞ് കാണിക്കട്ടെ. പബ്ലിക്കിൽ ഒന്ന് ഇതുപോലെ കാണിക്കുമ്പോഴത്തേക്ക് അടുത്ത കുട്ടികൾ ഇത് റോൾ മോഡലാക്കും. ഇത് കണ്ടിട്ട് കൊള്ളാല്ല, സുജിത്തിൻ്റെ മോൾ അങ്ങനെ കാണിച്ചത്, മഞ്ജു പിള്ളയുടെ മോക്ക് അത് കാണിച്ചെങ്കിൽ പിന്നെ എനിക്കെന്ത്, അമ്മച്ചി എനിക്കൊരു ജട്ടി മടി വാങ്ങിത്താ, ഞാൻ അത് ഇട്ടുകൊണ്ടാണ് നടക്കാൻ പോണേ. വീട്ടിൽ അടിയായി ലഹളയായി. അവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ലേ, ഇവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ല. ഇവിടെയും ഉണ്ട് കമൻസിലും വരും, അവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ല, ഇവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ല. ഇത് നിങ്ങൾ കാണിക്കും. ഇങ്ങനെ കാണിക്കുന്നവളുമാരെ നടു റോട്ടിൽ കൊണ്ടുവന്ന് തുണിയില്ലാതെ നിർത്തണം. ബിക്കിനി ഇട്ടുകൊണ്ട് നീയൊക്കെ കല്യാണത്തിന് പോകും. നിന്റെ അച്ഛൻ്റെയൊക്കെ 16 അടിയന്തരത്തെ നീയൊക്കെ ബിക്കിനി ഇട്ടുകൊണ്ടോ നിൽക്കോ? അച്ഛനും അമ്മയും തെറ്റിപ്പിരിഞ്ഞ മകൾക്കങ്ങ് പ്രീഡായി, മകളങ്ങ് ഇറങ്ങായി. ഈ കോലവും കെട്ടിക്കൊണ്ട് നടന്ന പബ്ലിക് ന്യൂസൻസിന് കേസെടുപ്പിക്കുകയാണ് വേണ്ടത്. മഞ്ജു പിള്ളയ്ക്ക് ഒരു അല്പമെങ്കിലും അഭിമാന ബോധമുണ്ട്. മകളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഫെമിനിസം എന്നാൽ ചുംബന സമരവും തുണി ഊരലുമല്ല. അരയും കുറയും ഇട്ടുകൊണ്ട് നടക്കുന്ന സ്വാതന്ത്ര്യത്തിനെയല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള, അത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള, വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം. നീയാണെന്ന് നിന്നെ അംഗീകരിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം, സഹജീവിയാണെന്ന് അംഗീകാരം കിട്ടുന്ന സ്വാതന്ത്ര്യം, അതിനെ സ്വാതന്ത്ര്യം എന്ന് പറയും. ഇതിനെ പറയുന്നത് ആ വ്യഭിചാരം എന്നാണ്. വ്യഭിചാരം. വട ചുട്ട് വിൽക്കാൻ പറഞ്ഞാൽ അരിയും ഉഴുന്നും മാത്രം മതി. ഉഴുന്ന് ആട്ടി ഇച്ചിരി ഇഞ്ചി പച്ചമുളകും ഇട്ടിട്ട് കരിവേപ്പിലയും കൊണ്ട് ഇട്ട് ഒന്ന് ഇളക്കി അത് വെച്ച് അപ്പം ചുട്ട് കൊണ്ടുപോയി വിറ്റു. അതിലെ പൈസ മക്കൾക്ക് കൊടു. കുട്ടികൾ എവിടെയോ എത്തും. നീ കൊടുക്കുന്ന ഈ സംവിധാനത്തിൽ വളർന്ന നിന്റെ മക്കൾ നിന്റെ കഴുത്ത് നെരിച്ച് നിന്നെ തീർത്തില്ലെങ്കിൽ നീ നോക്കിക്കോ. പക്ഷേ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് തുണി ഊരി നടക്കുന്ന നിന്നെയൊക്കെ പോലുള്ള പെണ്ണുങ്ങൾ സ്ത്രീ വർഗത്തിന് അപമാനമാണ്, സ്ത്രീകൾക്ക് അപമാനമാണ്. ഈ തഴപ്പും മുഴപ്പും കണ്ടിട്ട് ആണുങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അവന്മാരെ മനോഘടനയുടെ തെറ്റാണ്. പക്ഷെ നീ ചിന്തിച്ച്, നീ കുടിച്ച പാല് കണ്ടാൽ നിനക്കെന്തെങ്കിലും തോന്നുമോ? പെറ്റ തള്ളയെ കണ്ടാൽ നിനക്കെന്തെങ്കിലും തോന്നുമോ? അത് തന്നെയാണ് എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞേ, സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂവും കൂടെ ഇതിനകത്തുണ്ട്. രണ്ട് മനുഷ്യർ തമ്മിൽ കാണുമ്പോൾ ഉടനെ തോന്നുന്നത് പ്രജനനത്തിന് വേണ്ടി മൃഗങ്ങൾക്ക് തോന്നുന്ന സാധന, മനുഷ്യർക്കത് തോന്നത്തില്ല. മനുഷ്യർക്കത് മാനസികമാണ്. പരസ്പരം അത്രയും അടുത്താൽ ഇഴ ചേർന്നാൽ മാത്രമേ ഇണ ചേരാൻ പറ്റുള്ളൂ. ഇത് കണ്ടെടുത്ത് പോയി വെള്ളം കളയുന്ന കുറേ അവന്മാർക്ക് ഇത് കാണുമ്പോൾ എന്തോ തോന്നും. അതിൽ നിന്ന് മാറി ആ വ്യത്യാസങ്ങൾ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി എഫർട്ട് എടുക്കുന്ന മനുഷ്യരെ നോക്കി കൊഞ്ഞണം കാണിക്കരുത്. തുണി ഊരി കാണിക്കുന്നതാണ് അവയർനെസ്. ഇതാണോ സ്ത്രീത്വം? നിന്റെ അമ്മച്ചി നിന്നെ പഠിപ്പിച്ച ഇതാണോ മോളെ? പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് നിന്റെ അമ്മയെ പോലെ ഈ തൊള നിന്റെ അമ്മച്ചിക്കുമുണ്ട്, ആ തൊളയിൽ കൂടെയാണ് നീ പുറത്തേക്ക് വന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിന് നീ തൊള ഊരി കാണിക്കുകയല്ല വേണ്ടത്. തുണി പറിച്ചെറിയുന്നിടത്തേക്ക് എത്തിയെങ്കിൽ നീ വെറും വെടക്കാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഷെഫീന ബീവി പറയുന്നത് 50% കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട്, 50% കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി വേറൊരു കാര്യം, ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് ഫെമിനിസ്റ്റുകൾ വരും. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് കാണും വരും, ഇതിനെ എഗെയിൻസ്റ്റ് ചെയ്ത് കാണും ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമ്മുടെ ഡ്രസ് കോഡ്. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം നമ്മുടെ മൗലിക അവകാശങ്ങളിൽ പെട്ടതാണ്. ഇതിനെ ഒരിക്കലും നമ്മൾ പേഴ്സണലൈസ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. അപ്പൊ മഞ്ജു പിള്ളയുടെ മകൾ ദയാ സുജിത്തിനെ ഇങ്ങനെ സമൂഹ മാധ്യമത്തിൽ പരാമർശിച്ചതിനെ തുടർന്നിട്ട് പോലീസിന് കേസ് കൊടുത്തു. സിൽമ ടോൾസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഒരു ഇന്റർവ്യൂ കാണാനിടയായി. അതിനിടെ അവർ കൊടുത്തിട്ടുള്ള പരാതി അതിനകത്ത് അവർ കാണിക്കുന്നുണ്ട്. നമുക്ക് ആ പരാതി ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഷഫീന ബീവി എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിൽ ദയാ സുജിത്ത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ധരിച്ച വസ്ത്രത്തെ ആസ്പദമാക്കി അത്യന്തം അപമാനകരവും ലൈംഗിക സ്വഭാവമുള്ളതുമായ പരാമർശങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഈ വീഡിയോയിൽ നടത്തിയതായി കാണുന്ന പ്രധാന പരാമർശങ്ങൾ താഴെ പറയുന്നവയാണ്. 1. സ്ത്രീയുടെ വസ്ത്രസ്വാതന്ത്ര്യത്തെ ലൈംഗികവൽക്കരിക്കൽ. ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നത് പുരുഷന്മാർക്ക് തന്റെ ശരീരത്തിലേക്ക് ക്ഷണം നൽകുന്നതാണെന്നും അത് ഫാഷൻ അല്ലെന്നും വ്യഭിചാരമാണെന്നും ഷഫീന ബീവി പ്രസ്താവിക്കുന്നു. ഒരു വ്യക്തിയുടെ വസ്ത്രധാരണത്തെ അവരുടെ ലൈംഗിക സ്വഭാവവുമായി ബന്ധിപ്പിക്കുകയും അവരുടെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തിയത്. 2.
ലൈംഗിക അതിക്രമത്തെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾ. വീഡിയോയിൽ വിവസ്ത്രയായി റോഡിൽ നിൽക്കൂ, പുരുഷന്മാർ വന്ന് കയറി പിടിക്കട്ടെ, ബസ്സിൽ കയറി നിൽക്കൂ, പുരുഷന്മാർ നിന്നെ തടവട്ടെ, നിന്റെ ശരീരഭാഗങ്ങൾ പുരുഷന്മാർ ഞെക്കട്ടെ, പുരുഷന്മാർ നിന്റെ ശരീരം സ്പർശിക്കാനും നോക്കാനും വേണ്ടിയാണ് നീ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് എന്ന പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം പ്രസ്താവനകൾ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ സാധാരണവൽക്കരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവയാണ്. 3. സ്ത്രീയെ ലൈംഗികമായി അപമാനിക്കുകയും സ്വഭാവഹത്യ നടത്തുകയും ചെയ്തത്. ഷഫീന ബീവി പറയുന്നത് ദയാ സുജിത്തിന് കാമപ്രാന്താണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ, അവരുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് അശ്ലീലവും ഡബിൾ മീനിംഗ് ഉള്ളതുമായ പരാമർശങ്ങൾ, അവർ പുരുഷന്മാരെ തൻ്റെ ശരീരം ലൈംഗികമായി ഉപയോഗിക്കാൻ ക്ഷണിക്കുകയാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തി. ഇത് ഒരു സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നതും ലൈംഗികമായി അധിക്ഷേപിക്കുന്നതുമാണ്. 4. മാതാവിനെ ഉൾപ്പെടുത്തി ലൈംഗിക അധിക്ഷേപം നടത്തിയത്. മക്കളെ മര്യാദ പഠിപ്പിക്കണമെന്ന് പറയുകയും അമ്മ മകളെ തെറ്റായ ലൈംഗിക സ്വാതന്ത്ര്യം പഠിപ്പിക്കുകയാണെന്ന തരത്തിൽ ആരോപിക്കുകയും ദയയുടെ അച്ഛനെയും അമ്മയെയും ലൈംഗിക പരാമർശങ്ങളിലേക്ക് വലിച്ചിഴക്കുകയും അച്ഛൻ്റെ മുൻപിൽ ചെന്ന് തുണി അഴിച്ചു നിൽക്കാൻ ആവശ്യപ്പെടുന്നു. അച്ഛന് മകളുടെ ശരീരം കാണുമ്പോൾ എന്തു തോന്നുമെന്നറിയാൻ. ഇത് കുടുംബാംഗങ്ങളുടെ മാന്യതയെ അപമാനിക്കുന്നതാണ്. 5. അക്രമത്തിന് ആഹ്വാനം ചെയ്ത പ്രസ്താവനകൾ. വീഡിയോയിൽ ഇത്തരം സ്ത്രീകളെ നടുറോഡിൽ കൊണ്ടുചെന്ന് തുണിയില്ലാതെ നിർത്തണം, അതിൻ്റെ പേരിൽ നടക്കുന്ന ക്രൈം എന്തുതന്നെ ആയാലും അവൾ അത് അനുഭവിക്കണം, ദയയ്ക്ക് ജന്മം നൽകിയവരെ അടിക്കണം, ദയയെ തെരച്ചിവാലുകൊണ്ട് അടിക്കണം എന്ന പ്രസ്താവനകൾ നടത്തി. ഇത്തരം പ്രസ്താവനകൾ ഒരു വ്യക്തിക്കെതിരായ ശാരീരിക അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഭീഷണിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവയുമാണ്. 6. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ഷഫീന ബീവി പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നതിനെ മാനസിക രോഗമെന്ന് വിശേഷിപ്പിക്കുകയും ആ വ്യക്തിക്ക് മരുന്ന് നൽകണമെന്ന് അവരുടെ മാതാവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. യാതൊരു ക്ലിനിക്കൽ പരിശോധനയോ യോഗ്യതയുള്ള വിദഗ്ധ അഭിപ്രായമോ ഇല്ലാതെ ഒരു വ്യക്തിയെ മാനസിക രോഗിയെന്ന് ചിത്രീകരിക്കുന്നത് അപകീർത്തികരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. 7. ബലാത്സംഗ ഇരയുടെ ചിത്രം ഉപയോഗിച്ചത്. വീഡിയോയിൽ ലൈംഗിക അതിക്രമത്തിനിരയായി മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉപയോഗിക്കുകയും അതുമായി ബന്ധപ്പെട്ട അനുചിതമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ പറയുന്നത് ഇവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മരണം നടക്കില്ലായിരുന്നു എന്നാണ്. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നേരെ തിരിച്ചാണ് പലതും. അൺഫോർച്ചുനേറ്റ്ലി ഇരയുടെ സ്വകാര്യതയും മരണാനന്തര മാന്യതയും സംരക്ഷിക്കുന്ന നിയമവ്യവസ്ഥകൾ പ്രകാരം ഈ വിഷയം പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. 8. ഡിവോഴ്സായ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കൽ. പ്രതി കുടുംബ പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കി നിയമപരമായി വിവാഹമോചനം നേടിയ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. 9. സ്വന്തം ഇഷ്ടത്തിന് വസ്ത്രം ധരിച്ച് വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു സ്ത്രീയെ അവരുടെ മക്കൾ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നു. സ്വന്തം മക്കൾ അവരുടെ അമ്മയെ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നതിലൂടെ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ സ്വന്തം അമ്മയെ തങ്ങൾ കൊലപ്പെടുത്തുമെന്ന ചിന്ത ജനിപ്പിക്കുകയും അത് കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. ബാധകമാകാൻ സാധ്യതയുള്ള നിയമവകുപ്പുകൾ പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മുകളിൽ വിവരിച്ച പ്രവർത്തികൾ താഴെ പറയുന്ന നിയമവ്യവസ്ഥകളുടെ പരിധിയിൽ വരുമോ എന്ന് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 79 സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്ന വാക്കുകൾ, പ്രവർത്തികൾ, ഡിഫമേഷൻ സംബന്ധിച്ച BNS വ്യവസ്ഥകൾ, വ്യക്തിയുടെ പ്രതിച്ഛായയെ ഹനിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, ത്രെറ്റ് സംബന്ധിച്ച BNS വ്യവസ്ഥകൾ, ഭീഷണി സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ, അബെറ്റ്മെന്റ്, ഇൻസൈറ്റ്മെന്റ് സംബന്ധിച്ച ബാധകമായ സിനിമ ടോക്സ് എന്ന് പറയുന്ന ചാനൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ ആ ഇന്റർവ്യൂ. അതിനകത്ത് പറയുന്നത് ഇവർ നിയമപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. മരിച്ചു പോയിട്ടുള്ള ഒരു സൂയിസൈഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയെ കുറിച്ചൊക്കെ ഇതിനകത്ത് ഫോട്ടോ എല്ലാം കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇവർക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതിനെതിരെ അവർ ഇമെയിൽ അയച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അടുത്തായിട്ട് മഞ്ജു പിള്ളയുടെ മകൾ ദയാ സുജിത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നൊരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് എയറിലോട്ട് പോയി. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. സത്യാവസ്ഥ പറയട്ടെ. ഇതിന്റെ സത്യാവസ്ഥ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഞാൻ പറയാം. സത്യാവസ്ഥ പറയാം. കുറച്ച് ദിവസം മുമ്പ് മെന്റലി പേഴ്സണൽ ലൈഫിൽ കുറച്ച് മെന്റൽ അല്ല പേഴ്സണൽ ലൈഫിൽ കുറച്ച് തകർച്ച ഒരു വന്നു. പേഴ്സണൽ ലൈഫ് അങ്ങനെയുള്ള അപ്സ് ആൻഡ് ഡൗൺസ്. അപ്പം ഡൗണിലായിരുന്നു ഞാൻ. ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഫോർ ദ ഫസ്റ്റ് ടൈം ഐ വിൽ ടേക്ക് ഇൻസ്റ്റാഗ്രാം ബ്രേക്ക്. ഒരു ഇൻസ്റ്റാഗ്രാം ബ്രേക്ക് എടുത്ത് കാരണം ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ദ ബർഡൻ of posting every day and making you guys happy. I didn't want that. Usually most of the time I do that. I take the initiative to post to make you happy. നിങ്ങളുടെ കുറച്ച് പേരുണ്ട് എൻ്റെ കോൺഫിഡൻസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു.
ബ്രേക്ക് എടുത്തു. അല്ലെങ്കിൽ അയ്യോ എന്ത് പറ്റി എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോസ്റ്റ് ഒന്നും ചെയ്യുന്നതെന്ന് വെച്ചു. അടുത്ത ദിവസം ഞാനങ്ങ് എയർലൈൻ, ഞാൻ പേരുമാണെന്നും പറയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ് മൈ എനർജി അങ്ങോട്ട്, ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ദാറ്റ് നെഗറ്റീവ് എനർജി ബൈ സേയിങ് ദ നെയിംസ്, ബട്ട് ഐ സേ ദിസ് ഫോർ വൺസ്. അത് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും പറയില്ല. അത് കഴിഞ്ഞ് ഞാനത് കണ്ടില്ല ഫുള്ള്, കുറച്ച് ബിക്കോസ് ഇറ്റ് വാസ് വെരി മച്ച്. നമ്മളെന്തോ ഇതെന്തത് എന്തത് ഈ മറ്റേ ചട്ടുകത്തിൽ എണ്ണയിൽ കടുകിടുമ്പോൾ പൊട്ടൂലേ, അതിൻ്റെ കൂടെ വെള്ളം കൂടെ ഇട്ട് കൊടുക്ക്, അപ്പോൾ പൊട്ടി അങ്ങ് അതുപോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക് ഡോണ്ട് റിയാക്ട്, ഇറ്റ്സ് ഫൈൻ. ഇതുപോലെ വന്നിട്ടില്ല, പക്ഷെ somewhat പേസ് കാം ഡൗൺ, ലെറ്റ്സ് ടേക്ക് എ ചിൽ പിൽ, കണ്ടിന്യൂ വിത്ത് മൈ ലൈഫ്. ഓൾറെഡി ഡൗൺ ആണ്. അപ്പോൾ എനിക്ക് ഇത് ആക്ച്വലി ഇത് ഇറങ്ങിയപ്പോൾ ഫുള്ള് കാണാത്തത് കൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് ഇതിന് വില ഉണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, കാലിൻ്റെ അടിയിലെ പൊടിയുടെ വില എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ സത്യമായിട്ടും. പക്ഷേ then I later came to know that this was affecting, I mean yes, it was affecting എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേരുണ്ടായിരുന്നു. but they were also busy with their life. They are like, it's fine, you know, നമുക്ക് ഇഗ്നോർ അടിക്കാം. Because I don't want to waste my energy on someone like this. I would use my energy to keep these flowers alive. This makes more sense. ഞാൻ പറഞ്ഞ മനസ്സിലായി. I don't want to put my energy on that. I'm not calling that a human. That is something else. അത് വേറെ എന്തോ ജീവിയാണ്. Anyway, but later I'm coming to know after 2-3 days that a lot of other women has been also affected by this. എൻ്റെ കാര്യം കൊണ്ടല്ല, അവർക്ക് ഇതുപോലെ പണിത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സാധനം. അപ്പോൾ അത് കാരണം അതിൻ്റെ കോൺസിക്വൻസസ് അവർക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ മാത്രമല്ല, കുറേ വേറെ അതേ വിക്ടിംസ് ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു ഇനി ആരംഭിക്കലാമ എന്നും പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. നിങ്ങൾ ആ സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ സർപ്രൈസ് തരും. ഞാനൊരു സാധനം റിവീൽ ചെയ്യുന്നതായിരിക്കും. എനിവേ, സോ ഇതല്ലാതെ വേറെ കുറേ ആൾക്കാർ, ആണുങ്ങൾ, കണ്ടതിൽ വെച്ച് ആണുങ്ങൾ, ഒരാൾ വന്നിട്ട് ഇത് കോമഡിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആണുങ്ങൾ വന്നിട്ട് ചിലർക്ക് ഇവരുടെ ഫോറാണ്, ചിലർ എൻ്റെ അഗെയിൻസ്റ്റ് ആണ്. കംപ്ലീറ്റ്ലി ഫൈൻ ടു ഹാവ് ദെയർ ഒപ്പീനിയൻ, ബട്ട് സർട്ടൻ തിങ്സ് ആൻഡ് വേസ് ആർ നോട്ട് അക്സെപ്റ്റഡ്. നോട്ട് അക്സെപ്റ്റഡ് ഡാർലിംഗ്. സോ ദ ബെസ്റ്റ് പാർട്ട് ഇതിൽ is that the love I'm getting from people. കുറേ പേര് ഇത് കണ്ട് എന്നെ അറിയുന്നവരുണ്ട്. അപ്പം ഇത് ഞാൻ കണ്ടായിരുന്നു, പക്ഷെ മോളെ നീ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് കുറേ ലവ് കിട്ടുന്നുണ്ട്. ഏറ്റവും കുറേ പേര് എനിക്ക് പേഴ്സണലി കുറച്ച് സെലിബ്രിറ്റീസ്, ഞാൻ ഫോളോ ചെയ്യാത്ത കുറച്ച് സെലിബ്രിറ്റീസ് എനിക്ക് മെസ്സേജ് അയച്ചു. They've seen, they're acknowledging it. They are like, we are with you, you're doing good, keep continuing this. Getting a lot of love. Even my family, friends who called to check up on me. ഞാനിവിടെ എൻ്റെ ആക്ടേഴ്സ് ട്രൂത്തിൽ ഒരു പ്ലേൻ്റെ ഭാഗമായി സ്ക്രിപ്റ്റൊക്കെ അടിപൊളി ഭയങ്കര ഇതായിട്ടിരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. ഐ എം ഗോണ സ്റ്റിൽ കണ്ടിന്യൂ വിത്ത് ദാറ്റ്. ഐ എം നോട്ട് ഗോണ ലെറ്റ് ഇറ്റ് അഫക്റ്റ് മീ. അപ്പോൾ ചിലരൊന്ന് ചോദിക്കുമായിരിക്കും, ഇത് ഇത്ര എനർജി നിങ്ങൾ കളയണ്ടെങ്കിൽ എന്തിനൊന്ന് സംസാരിക്കണമെന്ന്. എൻ്റെ വ്ളോഗാണ്, എൻ്റെ വീഡിയോ ആണ്, ഞാൻ പറയാനുള്ള പറയും. എനിക്ക് അതിൻ്റെതായ നിയമരീതി നിയമത്തിൻ്റെ എനിക്ക് എന്തുവാ ഉണ്ട്. It's all fun and games, guys. It's all fun and games until someone's life is getting affected. Mine was not getting affected. I was angry. I was so pissed off. But I did not let it affect my life. പക്ഷെ ഞാൻ പറഞ്ഞത് ഫ്രീ ആണ്, ജീവിയാണ്. Sorry. A lot of lives have been affected. So that is not fair. That she has no right to do that.
നമ്മൾ എന്തൊക്കെ ഡോണ്ട് ലെറ്റ് ഇറ്റ് അഫക്റ്റ് us, ഇഗ്നോർ ഇട്ട് എന്നൊക്കെ പറഞ്ഞാലും for some people it is not really easy. And the worst part, ഇതൊക്കെ പോട്ടെ, എനിക്ക് വേഴ്സ്റ്റ് പാർട്ടായിട്ട് തോന്നിയതാണ് 98% of the people are with her. Whatever she said is true. അങ്ങനെയാണ് നടക്കണം എന്ന് പറയുന്നത്. That scares me. Like thinking there is a community itself is like okay, but agreeing with her whatever she's saying, that's എനിക്കത് പേടിയായി സത്യം പറയാതെ. എനിക്കത് കണ്ടിട്ട് ഷോക്കല്ല, എനിക്ക് പേടിയായത്. ഐ വാസ് സ്കേർഡ്. ആൻഡ് അവരുടെ ഇതെന്നറിയാം 2% ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. സപ്പോർട്ട് ചെയ്യണം നല്ല പറയുന്നത്. It's fine. I can take care of myself. It's fine. I mean, I have people to take care of me also. But that was not right. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാനും ഭീഷണിപ്പെടുത്തൊന്നും അല്ല കേട്ടോ. ബട്ട് ഐ ഹാവ് നോട്ടഡ് പീപ്പിൾ ഡൗൺ. Like, this is not a threat or something, but I've noted people down who were against and with me. And I've also noted what specifically they have mentioned. So if in the future I can it would come and I will. അവർ പേടിപ്പിക്കുകയോ അവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ഐ എം ജസ്റ്റ് ലെറ്റിംഗ് നോ. ഞാൻ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എയറിലായിരുന്നു, ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ എയറിൽ പോകുമായിരിക്കും. ഐ മീൻ ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഇൻ എയർ ഗായ്സ്. എനിക്ക് നിങ്ങളെല്ലാണ്ട് അനുഗ്രഹം വേണം. കാരണം ഞാൻ ഒന്ന് അനുഗ്രഹിച്ചു. അമ്മേൻ്റെ അനുഗ്രഹം ഓൾറെഡി ഉണ്ട്. അച്ഛൻ ബിസി ആയിരുന്നു. അച്ഛൻ അനുഗ്രഹം കിട്ടും. അമ്മൂമ്മയുടെ അനുഗ്രഹമാണ് ഏറ്റവും. മക്കളെ നീ താഴെ വരും, ഡോണ്ട് വരി. എൻ്റെ അമ്മൂമ്മ എനിക്ക് തന്നിട്ടുണ്ട്. തൽക്കാലം എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇനി പറയാനുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ഐ മെൻഷൻ. ബട്ട് genuinely want to say thank you for all the people, all the women, all the people standing with me. ഈ വീഡിയോ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ കാണുന്നുണ്ടാവും. എസ്പെഷ്യലി നമ്മുടെ ജെൻസി പിള്ളേര്, അതുപോലെ തന്നെ 90s 80s ഉള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ 90s 80s അതിന് താഴോട്ടുള്ള കാലഘട്ടങ്ങളിൽ അവർ അനുഭവിച്ചിട്ടുള്ള അവരുടെ ജീവിത സാഹചര്യവുമായിട്ട് ഇത് കുറച്ച് റിലേറ്റബിൾ ആയിരിക്കും. അതുപോലെ ഈ ഒരു 2026 ജീവിക്കുന്ന ജെൻസി പിള്ളേർ അഥവാ 20+ ആയിട്ടുള്ള ആൾക്കാർ ഇത് കാണുമ്പോൾ അവർക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും അവർക്ക് പല കാര്യങ്ങളുമായിട്ട് ഇത് പൊരുത്തപ്പെട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിനിസം ഒക്കെ വളരെ സ്ട്രോങ് ആയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഫെമിനിസം വളരെ വീക്ക് ആയിരുന്നു. അതിനെതിരെ വോയിസ് ഉയർത്താനൊന്നും നമ്മുടെ സമൂഹത്തിൽ വളരെ ആൾക്കാർ കുറവായിരുന്നു. ഡ്രസ് കോഡിനെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.